ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു വ്യക്തി ഒരു ബിസിനസ് ചെയ്യാൻ ആലോചിക്കുമ്പോൾ മുതൽ അല്ലെങ്കിൽ ആരംഭിക്കുമ്പോൾ മുതൽ അയാൾ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൽ അയാൾ നേരിടേണ്ടി വരുന്ന ഒരു വലിയ വെല്ലുവിളികൾ ഉണ്ട്. ആ വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് മാത്രമാണ് ഒരു പുതിയ ബിസിനസ്സിലേക്ക് ഒരു സാധാരണ വ്യക്തിക്ക് കടന്നു വരാൻ കഴിയുകയുള്ളൂ. ഒരു 3 കാര്യങ്ങളാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻസൾട്ടിങ് സ്റ്റേജ് ആണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ലാഫിംഗ് സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റെക്കഗ്നേഷൻ സ്റ്റേജ്. എന്താണ് ഈ ഒരു 3 കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. സാധാരണ ഒരു വ്യക്തി ഒരു പുതിയ കാര്യം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ അവരൊക്കെ നമ്മളെ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. താരതമ്യേന എപ്പോഴും മനുഷ്യൻ സേഫ് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അവർക്കെന്നും വളരെ ഇഷ്ടവും അവരെ സംബന്ധിച്ച് ഏറ്റവും മഹത്തരവുമായ ഒരു കാര്യമെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളാണ് ഒരു മിഡിൽ ക്ലാസ് കാറ്റഗറിയിൽപ്പെട്ട ഒരു വ്യക്തി. നമുക്കറിയാം, സാധാരണയായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ എല്ലാ ബാധ്യതകളും എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കാൻ പറ്റുന്ന ഒരു ജോലി ആയിരിക്കില്ല അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിരിക്കില്ല അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതൽ കടബാധ്യതകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും അദ്ദേഹം ഒരു പുതിയ വരുമാനത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ 3 സ്റ്റേജിലൂടെ ഒരു വ്യക്തിക്ക് കടന്നു പോവേണ്ടി വരുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് ഞാൻ പറഞ്ഞു, ഇൻസൾട്ടിങ് സ്റ്റേജ് ആണ്. ഒരു കാര്യം നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യും. പലപ്പോഴും ഭൂരിഭാഗം ആളുകൾക്കും ഈ ആദ്യത്തെ സ്റ്റേജായ ഇൻസൾട്ടിങ് സ്റ്റേജ് മറികടക്കാൻ കഴിയാറില്ല എന്നുള്ളതാണ് ഒരു വലിയ സത്യം. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ലാഫിംഗ് സ്റ്റേജ് എന്ന് പറയുന്നു. അതായത് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ സംസാരിക്കുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം, അദ്ദേഹത്തിന്റെ വേഷങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവാം, അദ്ദേഹത്തിന്റെ ചലനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവാം, അദ്ദേഹത്തിന്റെ സംസാര രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. ആ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ ഇൻസൾട്ട് ചെയ്ത ആളുകൾ നേരിട്ടല്ലാതെ നമ്മളെ കാണുമ്പോൾ ചിരിക്കുകയും മറ്റുള്ളവരോട് കണ്ണുകൾ കൊണ്ട് ആംഗ്യങ്ങൾ കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ലാഫിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ചിരിച്ചുകൊണ്ട് നമ്മളെ നിരുത്സാഹപ്പെടുത്തുക, പരിഹസിക്കുക. ഒരു 50% ആളുകളും ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സമയം തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ വളരെ ഒരു പ്രയാസമായ ഒരു കാലമാണ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ വ്യക്തി അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു ബിസിനസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും അയാൾ അതിൽ ചെറുതായി വിജയിച്ച് തുടങ്ങുകയും ചെയ്യുന്നൊരു സമയമാണ്. അപ്പോഴും ഞാൻ ഈ പറഞ്ഞ നേരത്തെയുള്ള ഈ ഒരു സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പിന്നെ പറയുന്നത്, എനിക്കവനെ അറിയാം, അല്ലെങ്കിൽ എനിക്ക് അവളെ അറിയാം, അവൻ ചെറുപ്പം മുതലേ നന്നായി പഠിക്കാൻ കഴിയുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ ഏത് കാര്യം ചെയ്താലും വിജയിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ്, നമ്മളെ അംഗീകരിക്കും, അവൻ എൻ്റെ നാട്ടുകാരനാണ്. ഈ ഒരു 3 സ്റ്റേജിലൂടെ കടന്നു പോകാതെ ഒരു വ്യക്തിക്കും ഒരു ബിസിനസ്സും ഇന്ന് വരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എത്ര പേർക്ക് ഇത് കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്നെ സംബന്ധിച്ച് ഞാനും ഈ ഒരു 3 സ്റ്റേജിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ ആദ്യത്തെ സ്റ്റേജ്, അതായത് ഇൻസൾട്ടിങ് സ്റ്റേജ്, ഞാൻ മറികടന്നു കഴിഞ്ഞു. കാരണം പേൾവെൻ ഇന്റർനാഷണൽ ഞാനൊരു 4.5 വർഷമായി ചെയ്യുന്നു. ആ ഒരു സ്റ്റേജ് വളരെ ബുദ്ധിമുട്ടിയാണ് കടന്നത്. എന്നെ സംബന്ധിച്ച് നിങ്ങൾ എന്തു ചിന്തിക്കുന്നു എന്നത് എന്നെ സംബന്ധിച്ച് വിഷയമല്ല എന്ന ആ ഒരു ഉറച്ച തീരുമാനമാണ്
ഈ ഒരു പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകാൻ എന്നെ പ്രേരിപ്പിച്ചത്. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് 1-2 വർഷങ്ങൾക്ക് ശേഷമാണ് നേരിട്ടല്ലാതെ ചിരിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറെ ആളുകൾ. ഞാൻ അവരെയും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഇപ്പോൾ 3ാമത്തെ സ്റ്റേജിലേക്ക് മെല്ലെ കടന്നു വരുന്നു. മെല്ലെ ഒരു ചെറിയൊരു മുന്നേറ്റം മാത്രമാണ്. എനിക്കറിയാം ചില ആളുകളെങ്കിലും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവനെ കൊണ്ട് അത് സാധിക്കുമെന്നുള്ളത്. പക്ഷെ ഇനിയും കുറേയേറെ മുന്നോട്ട് പോകാനുണ്ട്. ഈ ഒരു 3 സ്റ്റേജ് കടക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ബിസിനസ്സും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താണ് ഈ ഒരു 3 സ്റ്റേജ് കടന്നതിലൂടെ എനിക്ക് സംഭവിച്ചത്? ഞാൻ പറഞ്ഞു 4.5 വർഷം മുമ്പേ പേൾവെയിൻ ഇന്റർനാഷണൽ ഞാൻ ആരംഭിച്ചു. ഈ കഴിഞ്ഞ 2 വർഷം മുന്നെയാണ് PVC മെറ്റാ മൾട്ടിപർപ്പസ് ടോക്കൺ പ്രോഗ്രാം ചെയ്യാൻ ആരംഭിച്ചത്. ഇപ്പോൾ ഏകദേശം 7.5-8 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് എൻ്റെ 20 ലെവലിലും ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ 500ഓളം മീറ്റിങ്ങുകൾ, അതായത് ടെലഗ്രാം മീറ്റിങ്ങുകൾ നടക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. 4-5ഓളം ഫിസിക്കൽ മീറ്റിങ്ങുകൾ ഇപ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ നാട്ടിൽ ടീം കണ്ണൂരുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാൻ കഴിഞ്ഞു. ഒരു വണ്ടി വാങ്ങിക്കാൻ കഴിഞ്ഞു, ഒരു ടാറ്റ നെക്സോൺ. ഇപ്പൊ തുടർച്ചയായി നടത്തുന്ന ഈ പ്രവർത്തനങ്ങളിലൂടെ ആളുകൾ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴും എനിക്ക് ചുറ്റുമുള്ള ആളുകൾ എന്നെ ഇപ്പോഴും അംഗീകരിക്കാൻ മടിക്കുന്നു. അത് എന്നെ സംബന്ധിച്ച് ആദ്യമേ ഒരു വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ യാത്ര തുടരുന്നു. പക്ഷെ എന്താണ് ഇവിടെ സംഭവിച്ചത്? അപ്പോഴും എനിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചവർ, ഒരു പുതിയ വിഷയത്തെ അംഗീകരിക്കാൻ മടി കാണിക്കുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ എപ്പോഴും സേഫ് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഓരോ ഘട്ടത്തിലും അവർക്ക് തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരുന്നു, അവരുടെ സാമ്പത്തിക നില കുറഞ്ഞു വരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഈ വീഡിയോയിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഏകദേശം 63 USDT ആണ് എനിക്ക് വരുമാനമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫാമിലിയിൽ എൻ്റെ കുട്ടികൾക്ക്, എൻ്റെ ഭാര്യയ്ക്കൊക്കെ ഓരോ അക്കൗണ്ടുകൾ വേറെയുമുണ്ട്. ശരാശരി എന്നെ സംബന്ധിച്ച് ഇന്നത്തെ എൻ്റെ ദിവസ വരുമാനം എന്ന് പറയുന്നത് 8,000 അല്ലെങ്കിൽ 9,000 ആ രൂപയിൽ അടുത്തെത്തി നിൽക്കുകയാണ്. ഏകദേശം ഒരു മാസം 2.5 ലക്ഷം രൂപ ഒരു വരുമാനം കണ്ടെത്താൻ പേൾവെയിൻ ഇന്റർനാഷണലിലൂടെ എനിക്ക് സാധിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമപ്രദേശമായ എൻ്റെ നാട്ടിൽ ഒരു ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട, അല്ലെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ക്രിപ്റ്റോ കറൻസി മേഖലയിലെ NFT ടോക്കൺ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ താരതമ്യേന ആളുകൾ അംഗീകരിക്കാൻ മടിക്കുകയും ഇത്തരം പ്രോഗ്രാമുകൾ ചെയ്ത് കൂടുതൽ പരിചയമില്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ കൂടുതൽ വൈഡായ ഒരു കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടും എന്നെ സംബന്ധിച്ച് താരതമ്യേന വളരെ ചെറിയ മുന്നേറ്റമാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. പക്ഷെ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ വലിയ നിലയിലേക്ക് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഞാനും വലിയ മാറ്റങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഞാനിത് പറയാൻ കാരണം എന്ന് പറയുന്നത്, ആളുകൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു വിഷയമാവരുത്. ഉപദേശിക്കുവാനും അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയാനും നമുക്ക് ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷെ വ്യക്തിപരമായി പണം എന്ന് പറയുന്ന ആ ഒരു മൂല്യം, അത് മുന്നോട്ട് വെക്കുന്ന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പണമാണോ ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഉത്തരം പറയാം. പക്ഷെ പണമാണ് ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന് ചില ഘട്ടങ്ങളിലെങ്കിലും നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു മനോഭാവത്തിൽ വരേണ്ട വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, പണക്കാരനെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും അയാൾ ഈ പണം കണ്ടെത്തുന്നത് മറ്റെന്തൊക്കെയോ രീതിയിലാണ് എന്നുള്ള ഒരു രീതിയിലാണ് ഓരോ വ്യക്തിയും ചിന്തിക്കാറുള്ളത്. ഞാനും അങ്ങനെ ചിന്തിച്ച കാലങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പണം എന്ന് പറയുന്ന ഊർജ സ്രോതസ് നമുക്ക് ചുറ്റും ഒരു വലിയ രീതിയിൽ ഒഴുകി നടക്കുന്നുണ്ട്.
നമ്മൾ പണത്തിനോട് കാണിക്കുന്ന ഒരു മനോഭാവം, എന്താണ് പണം എന്ന് നമുക്ക് അറിയാത്ത ഒരു കാര്യമായതുകൊണ്ടും നമ്മുടെ കയ്യിലേക്ക് പണം എത്തിച്ചേരാറില്ല എന്നുള്ളതാണ് സത്യം. എന്താണ് യഥാർത്ഥത്തിൽ റിച്ച് എന്ന് പറയുന്ന പദം? വളരെ ചെറിയ രീതിയിൽ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. സമയത്തെ നിയന്ത്രിക്കാനും വാങ്ങിക്കുവാനും കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ റിച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ സമയത്തെ മറ്റൊരു വ്യക്തിക്ക് നൽകിക്കൊണ്ട് അതിന്റെ റിവാർഡായി പണം വാങ്ങിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് മിഡിൽ ക്ലാസ് മാൻ എന്ന് പറയാം, പാവപ്പെട്ടവൻ എന്ന് പറയാം. ഒരിക്കലും അയാൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ കഴിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സമയം തന്നെയാണ്. ഏതൊരു മനുഷ്യനും അയാൾ ഇന്ന് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു വലിയ മാറ്റം അയാൾക്കില്ല എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് ഒരു പുതിയ അവസരത്തിലേക്ക് അദ്ദേഹം മാറണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക, എല്ലാത്തിനെയും ഒരുപോലെ വിമർശിക്കാതെ എല്ലാം കണക്ക് തന്നെയാണ് എന്ന രീതിയിൽ ചിന്തിക്കാതെ പുതിയ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഇത്തരമൊരു പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ക്രിപ്റ്റോ കറൻസി എപ്പോഴും ഒരു വലിയ നിരോധിക്കപ്പെട്ട ഒരു വാക്കായിട്ടാണ് മാധ്യമങ്ങൾ എപ്പോഴും നമ്മളോട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കള്ളപ്പണം പിടിച്ചു എന്ന് നമുക്ക് പലപ്പോഴും വാർത്തകൾ കേൾക്കാം. എന്താണ് കള്ളപ്പണം എന്ന് പറയുന്നത്? നമ്മുടെ നാട്ടിൽ നിയമപരമല്ലാതെ കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ നിയമം അനുസരിച്ച് നമ്മളിലേക്ക് എത്തിക്കുന്നതല്ലാത്ത, അല്ലെങ്കിൽ ടാക്സുകൾ നൽകിക്കൊണ്ട് നമ്മുടെ കയ്യിൽ പണം എത്തുന്ന രീതിയിൽ നമ്മൾ മാറാത്ത ഒരവസ്ഥയിലൊക്കെയാണ് പണത്തിന് കള്ളപ്പണം എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ പണത്തിനെയും കള്ളപ്പണം എന്നല്ല പറയുക. കള്ളപ്പണം പിടിച്ചു എന്നുള്ളതാണ്. സ്വർണത്തിന്റെ കാര്യത്തിൽ നമുക്ക് നോക്കാം. സ്വർണം എന്ന് പറയുന്ന മൂലകം അതിന്റെ കണ്ടന്റുകൾക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ സ്വർണം ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് എത്തുന്നതിന്റെ രീതിക്കനുസരിച്ചാണ് അത് കള്ളസ്വർണമാണെന്നും മറ്റു രീതിയിൽ നമ്മൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. അല്ലാതെ സ്വർണം എപ്പോഴും സ്വർണം തന്നെയാണ്. അതുപോലെ ഈ ഒരു വിഷയമായി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ്, ആ ഒരു വാർത്തയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ക്രിപ്റ്റോ കറൻസി, ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത് പണത്തിന്റെ ഒരു പുതിയ രൂപമാണ്. എല്ലാ മേഖലകളിലും കള്ളത്തരങ്ങളും അതുപോലെ തന്നെ തട്ടിപ്പുകളും നടക്കാറുണ്ട്. പക്ഷെ താരതമ്യേന പണത്തിന്റെ ഈ ഒരു പുതിയ രൂപത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടും അതിനോട് ഒരു വല്ലാത്ത ഭയം വ്യക്തികൾക്കുള്ളത് കൊണ്ടുമാണ് ഇത്തരം വാർത്തകളെ അവരെ പിന്നോട്ടടിപ്പിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിൽ എല്ലാ മേഖലകളിലും ഈ കള്ളത്തരങ്ങളും മറ്റ് ഇല്ലീഗൽ പ്രവർത്തനങ്ങളും നടക്കാറുണ്ട്. മറ്റൊരു വാദം എന്ന് പറയുന്നത്, ക്രിപ്റ്റോ കറൻസി മേഖല വളർന്നു കഴിഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അത് ഉപയോഗിക്കും എന്നുള്ളതാണ്. പക്ഷെ ക്രിപ്റ്റോ കറൻസി കണ്ടെത്തുന്നതിന് മുമ്പേ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നിരുന്നില്ലേ? അതൊരു ചോദ്യമാണ്. അപ്പോഴും ആളുകൾ പണം ഉപയോഗിച്ചിരുന്നു. ഞാനിത് പറയാൻ കാരണം എന്ന് പറയുന്നത്, ഇത്തരം പ്രൊജക്റ്റുമായി ഞാൻ മുന്നോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഒട്ടനവധി വാർത്തകൾ എന്നിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഒരുപാട് ആളുകൾ ശ്രമിക്കാറുണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് ആ വാർത്തകളെ വളരെ സഹിഷ്ണുതയോടെ നോക്കിക്കണ്ട്, എന്താണ് ക്രിപ്റ്റോ കറൻസി, എന്താണ് ഡിജിറ്റൽ കറൻസി, എന്താണ് NFT ടോക്കൺ, എന്താണ് മെറ്റാവേഴ്സ്, ഇനി വരുന്ന കാലം ഏതാണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചു. അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത ഒന്നും കാലത്തിന് അതീതമായി നിലനിൽക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം, അതായത് പേൾ വൈൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഒരു കടമില്ലാത്തൊരു ജീവിതം എൻ്റെ കുട്ടികൾക്ക് നൽകാൻ എനിക്ക് കഴിയുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായി ഞാൻ കാണുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിൽ കടമില്ലാത്ത ഒരു ജീവിതം നൽകി മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ അയച്ചു തരുന്ന ഏതൊരു വ്യക്തിയെ നിങ്ങൾ അടിയന്തരമായി ബന്ധപ്പെടുക. നമ്മുടെ ചിന്തകൾ, നമ്മുടെ അഭിപ്രായങ്ങൾ എപ്പോഴും വളരെ സജീവമായ പഠനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് ഓരോ അവസരത്തെയും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക.
പൂർണ്ണമായും പഠിച്ചതിന് ശേഷം വിലയിരുത്തുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു പാവയായിട്ട് മാറാതിരിക്കുക. പരസ്പരം സംസാരിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പോകാൻ താല്പര്യമാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ വിളിക്കുക. എന്നെ സംബന്ധിച്ച് ഒരു വലിയ രീതിയിൽ ഒരു യൂട്യൂബ് ചാനൽ ഒന്നുമല്ല ഈ സംസാരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ. ഇതിന്റെ സാങ്കേതികമായ വിദ്യകളെക്കുറിച്ച് വലിയ അറിവോ പാണ്ഡിത്യമോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ചെറുതായി സ്വന്തമായി ചെയ്ത് പഠിച്ചു വരുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോയിൽ പല കുറവുകളും കാര്യങ്ങളൊക്കെ കണ്ടേക്കാം. അതൊക്കെ നിങ്ങൾ മറന്നേക്കുക. ഞാൻ പറയുന്ന കണ്ടന്റ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അംഗീകരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സപ്പ് മെസ്സേജായോ ഒരു കോളായോ എന്നും ഒരു പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തൽക്കാലം ഞാൻ ബൈ പറയാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.